ഹരികൃഷ്ണനാണ് നമുക്കൊപ്പം ചേരുന്നത്. ഹരികൃഷ്ണൻ വരൂ, വെൽക്കം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഹരികൃഷ്ണൻ. ഗുഡ് മോർണിംഗ്. എന്താണ് സ്പോർട്സ് ലോകത്തെ വിശേഷങ്ങൾ? സ്പോർട്സ് ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് സ്പോർട്സ് പ്രത്യേകിച്ച് വീട്ടിലിരുന്ന് കാണുന്നവർക്കൊക്കെ തന്നെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതായ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് മത്സരം തന്നെയാണ്. ആ ടെസ്റ്റിന്റെ 4ാം ദിവസമാണ് ഇന്ന്. പ്രത്യേകിച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശ് ഇന്ന് ബാറ്റിംഗിന് ഇറങ്ങുകയാണ്. 357 റൺസാണ് ഇന്ത്യക്ക് ബംഗ്ലാദേശിന് വിജയിക്കാനായിട്ട് വേണ്ടത്. ഇന്ത്യക്ക് ജയിക്കാനാണെങ്കിൽ 6 വിക്കറ്റ് മാത്രം മതി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ആദ്യ ഇന്നിംഗ്സിൽ 149 റൺസിന് തന്നെ ബംഗ്ലാദേശിനെ ഇന്ത്യൻ ടീം തൂത്ത് വാരിയതാണ്. അപ്പോൾ 357 റൺസ് ഒരു കൂറ്റൻ മലയാണ്. 4 വിക്കറ്റും പോയി കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് തന്നെയാണ് മേൽക്കൈ എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. 4 വിക്കറ്റിൽ 3 വിക്കറ്റും അശ്വിനാണ്, 1 വിക്കറ്റ് ബുംറയും നേടി. ഈ 3 വിക്കറ്റ് അശ്വിൻ നേടുമ്പോൾ അശ്വിൻ ഒരു മാൻ ഓഫ് ദി മാച്ച് തന്നെ നേടാൻ സാധ്യതയുണ്ട്. കാരണം ആദ്യ ഇന്നിംഗ്സിൽ അശ്വിൻ്റെ ഒരു സെഞ്ചുറി തന്നെയായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ രക്ഷാപ്രവർത്തനമായി മാറിയത്. ഇപ്പോൾ 2ാം ഇന്നിംഗ്സിൽ 3 വിക്കറ്റും ഇതുവരെ നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടെസ്റ്റ് മത്സരം 4ാം ദിനത്തിൽ തന്നെ അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മാറുന്നത്. അത് തന്നെയായിരിക്കാം രോഹിത് ശർമ്മയും കൂട്ടരും പ്രതീക്ഷിക്കുന്നത്. 5ാം ദിവസത്തിലേക്ക് കടക്കാതെ ഇന്നത്തോടുകൂടി തന്നെ ആ ടെസ്റ്റ് മത്സരം അങ്ങ് തീർത്ത് വിടുക എന്നുള്ളത് തന്നെയായി ബംഗ്ലാ കടുവകളെ കൂട്ടി തന്നെ അടച്ചിട്ടേക്കുക എന്നുള്ളതായിരിക്കും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് നമുക്ക് ക്രിക്കറ്റ് മത്സരത്തെ പറ്റി ഏറ്റവും പ്രധാനപ്പെട്ടത്. 357 റൺസാണ് ബംഗ്ലാദേശിന്റെ വിജയലക്ഷ്യം. മാത്രമല്ല ഇന്ന് ISL മത്സരവും കൂടി അരങ്ങേറുകയാണ്. ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ മത്സരം തികച്ചും നിരാശാജനകമായിരുന്നു. പ്രത്യേകിച്ച് അവസാന മിനിറ്റുകളിൽ വഴങ്ങിയ 2 ഗോളുകൾ, പഞ്ചാബ് എഫ്സിക്കെതിരെ വഴങ്ങിയ 2 ഗോളുകൾ സംബന്ധിച്ചിടത്തോളം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ ചങ്ക് നിറപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. കാരണം കൊച്ചി സ്റ്റേഡിയത്തിൽ ഹോം മത്സരമായിരുന്നു. ആ ഹോം മത്സരത്തിലെ സീസണിന്റെ തുടക്കം തന്നെ ഒരു തോൽവിയോടെ തുടങ്ങുക എന്നുള്ളത് ഒരു നിരാശാജനകമായ കാഴ്ചയായിരുന്നു. അത് പകരം വീട്ടാൻ ഇന്ന് ഈസ്റ്റ് ബംഗാളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളായി വരുന്നത്. കൊച്ചി സ്റ്റേഡിയത്തിൽ തന്നെയാണ് 2ാമത്തെ മത്സരം, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 2ാമത്തെ മത്സരവും നടക്കുന്നത്. മൈക്കൽ സ്റ്റാറയാണ് ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ച്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആദ്യത്തെ മത്സരത്തിൽ ഒരു നിരാശാജനകമായ പ്രകടനം തന്നെയായിരുന്നു എന്നുള്ളതാണ്. ബോൾ എപ്പോഴും കൈ വെച്ചിട്ട് കാര്യമില്ല, അത് എതിർ ഹാഫിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കരുത്തും കൂടി ഉണ്ടാവണം എന്നത് പ്ലെയേഴ്സിനെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് കോച്ച് രംഗത്തെത്തിയത്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ഡ്രസ്സിംഗ് റൂമിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടോ എന്നത് സംബന്ധിച്ചും ഒരു ചർച്ച നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഈസ്റ്റ് ബംഗാളിൽ ഡിമിട്രിയോസ് ഡയമൻഡക്കോസ് ആണ് അവരുടെ ഒരു പ്രധാന സ്ട്രൈക്കറായി വരുന്നത്. അപ്പോൾ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ 2 സീസണുകളിലെയും ബ്ലാസ്റ്റേഴ്സിന്റെ കുന്തമുനയായിരുന്നു. കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ടോപ്പ് സ്കോററായിരുന്നു, ലീഗിലെ തന്നെ ടോപ്പ് സ്കോററായിരുന്നു. അപ്പോൾ അദ്ദേഹം കൊച്ചി സ്റ്റേഡിയത്തിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുന്നു എന്നുള്ളതും കൂടി ഒരു കൗതുകകരമായ കാഴ്ചയാണ്. അപ്പോൾ അദ്ദേഹവും കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റിൽ പറഞ്ഞിരുന്നൊരു കാര്യം, എൻ്റെ കഴിഞ്ഞ ടീമാണ്, പക്ഷേ എന്നാൽ പോലും ഞാൻ അതൊന്നും വകവെക്കുന്നില്ല, എനിക്ക് എൻ്റെ ഒപ്പോണൻ്റാണ്, എൻ്റെ ടീം ജയിക്കണമെന്ന് തന്നെയായിരുന്നു അദ്ദേഹവും പറഞ്ഞത്. അപ്പോൾ പ്രധാനമായും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ചെറിയൊരു കൺഫ്യൂഷനിലാണ്. കാരണം ആദ്യത്തെ മത്സരം 4-2-3-1 ഫോർമേഷനിലാണ്. ആദ്യത്തെ മത്സരം തന്നെ അങ്ങനെ ഒരു ഫോർമേഷനിൽ എന്തുകൊണ്ട് ഇറങ്ങി എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. അത് തന്നെയാവാം തോൽവിക്ക് പ്രധാനമായും കാരണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ആ ലോൺ സ്ട്രൈക്കറായിരുന്നു ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ക്വാമി പെപ്ര മാത്രമായിരുന്നു സ്ട്രൈക്കറായി വന്നിരുന്നത്. അപ്പോൾ അത് മാറ്റിക്കൊണ്ട് ഒരു പുതിയ ഫോർമേഷനിലേക്ക് ടീം വരുമോ എന്നുള്ള സംശയങ്ങളൊക്കെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഹോം മത്സരത്തിലെങ്കിലും ഒരു 100% കപ്പാസിറ്റി ഉണ്ടാകും. കഴിഞ്ഞ തവണ 50% മാത്രമായിരുന്നു കപ്പാസിറ്റി ഉണ്ടായിരുന്നത്. ഇത്തവണ അങ്ങനെയല്ല, ഒരു ഫുൾ ക്രൗഡിൽ ഒരു മഞ്ഞപ്പട കലൂർ സ്റ്റേഡിയത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷയാണ് ടീം. ഞായറാഴ്ച കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലേക്ക് ടീമിനെ മൊത്തത്തിൽ എൻകറേജ് ചെയ്യാൻ വേണ്ടി മഞ്ഞപ്പട കൂടെ ഉണ്ടാകും മനസ്സിലാവുന്നുണ്ട്. കേരളത്തിന്റെ ആ ഒരു വൈബ് എത്രത്തോളം ഉണ്ട്. ബ്ലാസ്റ്റേഴ്സ് ടീം എത്രമാത്രമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിരാശയൊന്നും നമ്മളെ ഒരിക്കലും താഴ്ത്തിയിട്ടില്ല. എത്രത്തോളം പരാജയങ്ങൾ നേരിട്ടാലും കൊമ്പന്മാരുടെ ഫാൻസ് ഇങ്ങനെ അടിയുറച്ച് നിൽക്കും. അപ്പോൾ ഇന്നും ബ്ലാസ്റ്റേഴ്സിന് വമ്പൻ ആത്മവിശ്വാസം നൽകിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് 2ാമത്തെ മത്സരത്തിൽ ഇറങ്ങുകയാണ്. അപ്പൊ ആ ഒരു വിജയം ഈ കളിയിലെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും.